2024 ആദ്യത്തെ സൺഡേ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു കൊഞ്ച് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് കൊഞ്ചൊക്കെ റെഡിയാക്കി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളിയൊക്കെ വഴറ്റാൻ തുടങ്ങി. ഒരേ സമയം 2 പണികൾ ചെയ്താൽ പണികൾ എളുപ്പം തീരും. മൂത്ത് വന്ന തേങ്ങയ്ക്ക് ആവശ്യത്തിന് മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫാക്കി. മാങ്ങയിട്ട് കൊഞ്ച് തീയൽ വെച്ചാൽ കൊഞ്ച് തീയൽ നല്ല ടേസ്റ്റ്. വേഗം പോയി മാങ്ങയൊക്കെ പിച്ചിക്കൊണ്ട് വയറ്റിയ ഉള്ളിലേക്ക് ടൊമാറ്റോയും കൊഞ്ചും മാങ്ങയൊക്കെ ചേർത്ത് ഇളക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി കൊഞ്ചിനകത്ത് ആ പുളിയൊക്കെ പിടിക്കുമ്പോൾ തീയലിന് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. വറുക്കാനുള്ള മീനെല്ലാം വെട്ടി വൃത്തിയാക്കി അരപ്പ് തേച്ച് വെച്ച് നല്ല മുള്ളുള്ള മീൻ. തോരൻ വെക്കാൻ ഒരു കൂമ്പ് ഒടിച്ചാലും അങ്ങനെ വേഗം പോയി ഒരു കൂമ്പൊക്കെ ഒടിച്ചുകൊണ്ട് വന്ന് കടുക് പൊട്ടിച്ച് കൂമ്പ് അരിഞ്ഞതും ചേർത്ത് നല്ല ഒരു കൂമ്പ് തോരൻ വെച്ച്. കൊഞ്ചുതീയലിൻ്റെ മണം അടിച്ചപ്പോൾ അല്പം കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നങ്ങ് ആഗ്രഹിച്ചു പോയി. പറയേണ്ട താമസം റോയിച്ചാൻ കപ്പയായിട്ട് എത്തി. പെട്ടെന്ന് കപ്പയെല്ലാം കുഴിച്ച് റെഡിയാക്കി. കൊഞ്ചുതീയലും റെഡിയായി. ഉച്ചയൂണെല്ലാം റെഡിയായി. ഇന്ന് ചോറിന് പകരം കപ്പ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല കപ്പയും കൊഞ്ചുതീയൽ. ഈ കൊഞ്ചുതീയൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നല്ല മാങ്ങ ഇട്ട കൊഞ്ചുകറിയും മോരും നല്ല മീൻ വറുത്തതും എന്നാ ടേസ്റ്റാണ് കഴിക്കുമ്പോഴുള്ള ഫീല്.